കാണുന്നുണ്ടോ? അടുത്ത ഭാഗത്തേക്ക് നോക്കി, ലെഫ്റ്റ് ഭാഗത്തേക്ക് 2 മിനാരമുള്ള ഒരു പള്ളി കാണുന്നുണ്ട് ഇവിടെ. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ കുവൈത്തി എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് മിനിയിൽ തീ പിടിച്ചു എന്ന് നിങ്ങളെ ചെറുപ്പകാലത്തൊക്കെ കേട്ടിട്ടുണ്ടാകും. അത് അവിടെ നിന്നിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. കുവൈത്തിന്റെ ആളുകൾ പിന്നെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് സിലിണ്ടർ പൊട്ടിയത്. സിലിണ്ടർ പൊട്ടി അന്നത്തെ ടെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ ടെന്റ് പോലെ ആയിരുന്നില്ല, തുണിയുടെ ടെന്റ് ആയിരുന്നു. തുണിന്റെ ടെന്റിക്ക് തീ പിടിച്ചു. അത് വലിച്ചു കെട്ടിയ ടെന്റാണ്. അത് പൊട്ടി മറ്റൊരു ടെന്റിലേക്ക് തെറിച്ചു. അങ്ങനെ അത് തീപിടുത്തം ഉണ്ടായി. അങ്ങനെയാണ് ഓരോ ടെന്റുകളും കത്തിക്കരിഞ്ഞും കൊണ്ട് അതിന്റെ അകത്തിരിക്കുന്ന ഹാജിമാരൊക്കെ വെന്തുരുകി മരിച്ചുപോയി. 1000 ചില്ലാനം ഹാജിമാരാണ് അന്ന് കത്തിയത്. അവരെ തീയണക്കാൻ വേണ്ടി ഫ്ലൈറ്റിലൊക്കെ ഹെലികോപ്റ്ററിലൊക്കെ വന്നുകൊണ്ടാണ് തീയണച്ചത്. ആ വെള്ളത്തിന്റെ രഭസം കൊണ്ട് മെയ്യത്ത് വരെ വെള്ളത്തിൽ ഒഴുകിപ്പോയി. അവസാനം ബുൾഡോസറിലാണ് മെയ്യത്തിന് എടുക്കേണ്ടി വന്നതെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ അതിന്റെ ശേഷമാണ് ഇന്ന് കാണുന്ന ഈ ടെന്റുകൾ ഉണ്ടാക്കിയത്. അതിന്റെ ശേഷം പിറ്റത്തെ കൊല്ലം തന്നെ തുണിയുടെ എല്ലാ ടെന്റുകളും മാറ്റി ഇന്ന് കാണുന്ന ഈ നിലക്കുള്ള ടെന്റ്. ഇത് പ്രത്യേകമായിരിക്കുന്ന ഒരു ഇരുമ്പ് നാരിനാൽ ഉണ്ടാക്കിയ ടെന്റാണ്. പെട്രോൾ ഒഴിച്ചിട്ട് തീ കൊടുത്താലും ഇതിലേക്ക് തീ പൊള്ളൂല എന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ കാണുന്നത് കണ്ട ജംറയുടെ ലാസ്റ്റ് നമുക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. എൽപേഡ് വന്നാൽ പിന്നെ ലാൻഡാവാനുള്ള 2 ബിൽഡിംഗ്, റൗണ്ട് ബിൽഡിങ്ങുകളും കാണുന്നുണ്ട്. 2 ഭാഗത്തേക്ക് നോക്കി ത്വരീഖുൽ മഷാത്താണ്. ഹാജിമാർ നടന്നു പോകുന്ന വഴിയാണ് ഈ ടിന്നിന്റെ സീറ്റ് ഇട്ടിട്ടും കൊണ്ട് ഗൗഡ് കൊള്ളാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്തെ സൈഡിൽ നോക്കിയില്ല, ഇവിടെയുണ്ട്. അതേപോലെ 2 ഭാഗവും നോക്കുക. ഒരുപാട് ടെന്റുകൾ കാണുന്നുണ്ട് കണ്ട, 2 ഭാഗത്തും കാണുന്നുണ്ട്. ഇനി നമുക്കുള്ളൊരു പ്രധാനമായിട്ട് ഇവിടെ കാണാനുള്ളത് ഇസ്മാഹിൽ എന്നുള്ള ആ കുഞ്ഞുമോനെ വാപ്പ അർക്കാൻ കൊണ്ടുപോയി മലർത്തി കിടത്തിയതായിരിക്കുന്ന സ്ഥലമാണ്. ഇത് മെട്രോ ട്രെയിനിന്റെ സ്റ്റേഷനാണ്. എന്റെ ഭാഗത്ത് ഇങ്ങനെ ഇറങ്ങാനുള്ള സ്റ്റേഷൻ റോഡാണ്. എല്ലാവരും ഒന്ന് വലത്തെ ഭാഗത്തേക്ക് നോക്കണേ. അവിടെ ഒരു കുബ്ബ നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് അടയാളപ്പെടുത്തി